സേവന പ്രവർത്തനങ്ങളിൽ കൊടിയുടെ നിറം നോക്കിയാണോ അതിനെ വിലയിരുത്തുന്നത് എന്നുള്ള വിഷയം തന്നെയാണ് ഈ ജനശബ്ദത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. കോഴിക്കോട് നിന്നും ശ്രീ അനീഷ് ചേരുന്നു. ശ്രീ അനീഷ്, സേവന പ്രവർത്തനങ്ങളിൽ ജാതി മത വർണ്ണ വ്യത്യാസം ഒന്നുമില്ലാതെ സദാ സന്നദ്ധരാവുന്ന സേവാ പ്രവർത്തകരാണ് സേവാഭാരതിക്കുള്ളത്. സേവാഭാരതി മാത്രമല്ല, അങ്ങനെ എത്രയോ സന്നദ്ധ സംഘടനകളുണ്ട്. അപ്പോൾ ചില സംഘടനകളെ മാത്രം കൊടിയുടെ നിറം നോക്കി, പ്രത്യേകിച്ചും ഒരു മന്ത്രി തന്നെ ഇങ്ങനെ പറയുന്നത്, അതിനെ എങ്ങനെ കാണുന്നു ശ്രീ അനീഷ്? മന്ത്രി തന്നെ പറയുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, നമ്മുടെ മന്ത്രിക്ക് നമ്മൾ തിരുവനന്തപുരം പോയതിന്റെ വലിയൊരു സങ്കടം മന്ത്രിക്ക് തീരുന്നില്ല. പിന്നെ ഇത്രയും നല്ലൊരു പ്രോഗ്രാം നല്ല രീതിയിൽ നമ്മളിപ്പോൾ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നല്ല രീതിയിൽ നടത്തിയതിന്റെ ഒരു ക്രെഡിറ്റ് അത് സേവാഭാരതിക്കും അതുപോലെ നമ്മുടെ കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിനും ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ക്രെഡിറ്റ് നമുക്ക് എല്ലാവർക്കും നമ്മുടെ നാടിന് മൊത്തം ഉണ്ട്. പക്ഷെ ഇത് മന്ത്രിക്ക് ഇഷ്ടപ്പെടുന്നില്ല, അതാണ് ഇതിനകത്ത് മെയിൻ കാരണം. പിന്നെ കൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിവൈഎഫ്ഐന്റെ കൊടി നമ്മൾ കാണുന്നത്. അപ്പൊ മന്ത്രിക്ക് കണ്ണില്ല ഇതൊന്നും കാണാന്. നമുക്ക് നാട്ടിലെ നല്ലൊരു പ്രോഗ്രാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് നിൽക്കണം. ആ ഒരു ഇതാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. തീർച്ചയായും വളരെയധികം നന്ദി. ശ്രീ കോഴിക്കോട് നിന്ന് ശ്രീ അനീഷാണ് പ്രതികരിച്ചത്. ശ്രീ നന്ദു, ഇവിടെ നമ്മൾ പറഞ്ഞു വെച്ചത് ഈ പൊങ്കാല പോലുള്ള ഉത്സവ മഹാമഹങ്ങളിൽ മാത്രമല്ല, മനുഷ്യന് ദുരന്തമുണ്ടാകുന്ന പ്രദേശങ്ങളിലൊക്കെ അവിടെ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് എത്രയോ സേവന പ്രവർത്തനങ്ങൾ സേവാഭാരതി ചെയ്തിരിക്കുന്നു. എത്രയോ ആളുകൾ, സമൂഹത്തിൽ എത്രയോ ഉന്നതരായ ആളുകൾ അതിനെയൊക്കെ തന്നെ മനസ്സ് തുറന്ന് അഭിനന്ദിച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ തിരുവനന്തപുരത്തെ സേവന പ്രവർത്തനം തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു ക്രൈസ്തവ ദേവാലയത്തിലെ ഒരു വൈദികനാണ് ഈ സേവാഭാരതിയുടെ തിരുവനന്തപുരത്തെ സേവന പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഇന്നതൊരു പത്രത്തിൽ ഞാൻ വായിക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതിലൊന്നും യാതൊരു വിഭാഗീയതയോ ഒന്നും കാണാതെ, അതുമാത്രമല്ല, ഇത്തവണത്തെ പൊങ്കാലയ്ക്ക് പാളയം ഇമാം വരെ പറഞ്ഞത് എന്താണ്? പള്ളിയുടെ വാതായനങ്ങൾ, പ്രത്യേകിച്ചും അതിൻ്റെ ഗേറ്റ് അടക്കം തുറന്നു കൊടുക്കണം, അവരുടെ വഴിപാട് നടത്തട്ടെ. ഇത്തരത്തിൽ സമൂഹത്തിലെ വിവിധ മതവിഭാഗങ്ങൾ വരെ ഇത്തരം ആഘോഷങ്ങൾ ഒക്കെ എല്ലാവരും ചേർന്ന് ആഘോഷിക്കേണ്ടതാണ് എന്ന് സന്ദേശം നൽകുമ്പോൾ, പ്രത്യേകിച്ചും ഭരണ നേതൃത്വത്തിലുള്ള ഒരു മന്ത്രി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ, അത് ആളുകൾ തമ്മിൽ വിഭാഗീയത, ആളുകൾ തമ്മിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ വീണ്ടും വൈരം, ഇതൊക്കെ വളർത്തുക എന്നുള്ളൊരു ദുരുദ്ദേശം അതിൻ്റെ പിന്നിലുണ്ടോ എന്ന് സംശയിച്ചാൽ തെറ്റു പറയാനാവോ? തിരഞ്ഞെടുപ്പാണ് അദ്ദേഹത്തിൻ്റെയൊക്കെ മുന്നിലുള്ള, കാരണം അദ്ദേഹം ഒരു കൃത്യമായ ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമാണ്. ഒരു ജനപ്രതിനിധി എന്ന വാക്ക്, ആ വാക്കിനോട് നീതി പുലർത്തുന്ന ആളാണോ എന്നുള്ളത് നമ്മൾ തന്നെ കഴിഞ്ഞ 8 ദിവസത്തെ ഈ പറയുന്ന കുടിവെള്ള ക്ഷാമത്തിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ നമ്മൾ പരിശോധിച്ചാൽ മതി. അപ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്താത്ത ഒരാളെ ജനപ്രതിനിധി എന്ന വാക്കുകൊണ്ട് അഭിസംബോധന ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പാർട്ടി പരിശോധിക്കട്ടെ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തകന്മാർ അല്ലെങ്കിൽ പ്രസ്ഥാനം പരിശോധിക്കട്ടെ. ഞാൻ അതിൽ കമൻറ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഒരു കാര്യം കൃത്യമായിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പാർട്ടിയും പറയുന്നൊരു മതേതരത്വമുണ്ട്. അതായത് ഒരു വൺ സൈഡഡ് ആയിട്ടുള്ള ഒരു മതേതരത്വം അതല്ല. ഇന്ന് നിങ്ങൾ തിരുവനന്തപുരത്ത് താങ്കൾ പറഞ്ഞ 3 ഇൻസിഡൻറ്റുകൾ താങ്കൾ ചേർത്ത് വെച്ച് പറഞ്ഞല്ലോ. ആ 3 ഇൻസിഡൻറ്റുകളിൽ താങ്കൾ കാണുന്നൊരു മതേതരത്വമുണ്ട്. അതായത് എല്ലാം എൻ്റെ സഹോദരന്മാരാണ്, എല്ലാവരും ഒരു വിശ്വാസ പ്രമാണത്തിൽ എല്ലാവരും ഒരുമിച്ചാണ് പോകേണ്ടത് എന്ന് പ്രതീക്ഷിക്കുന്ന, അത് അന്വർത്ഥമാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ഒരു സമൂഹത്തെ നമുക്ക് തിരുവനന്തപുരത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കേരളത്തിൽ തിരുവനന്തപുരത്ത് BJPയുടെ രാഷ്ട്രീയ വിജയം എന്തുകൊണ്ടുണ്ടായി എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന യഥാർത്ഥ മതേതരത്വത്തിൻ്റെ കാഴ്ചപ്പാട് തിരുവനന്തപുരത്തും കേരളത്തിലും ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഭാരതീയ ജനതാ പാർട്ടിയാണ് എന്നുള്ളത് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇപ്പോൾ നേരത്തെ താങ്കൾ പറഞ്ഞില്ലേ, സേവാഭാരതിയുടെ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഒരു ക്രൈസ്തവ പുരോഹിതൻ വരാൻ തയ്യാറായത് എന്തുകൊണ്ടാണ്? കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പറയുന്ന സംഘപ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ക്രൈസ്തവ ദേവാലയങ്ങളുടെയും അതുപോലെ തന്നെ ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾ ഭരിക്കുന്ന സ്കൂളുകളുമൊക്കെ നമുക്ക് വിട്ടുതരാൻ തയ്യാറായി. എന്തുകൊണ്ടാണ് തയ്യാറായത്? കാരണം നമ്മൾ കൃത്യമായി നമ്മൾ പറയുന്ന മെസ്സേജ്, നമ്മളുടെ മനസ്സിലെ മെസ്സേജ് കൃത്യമായി ജനങ്ങളുടെ ഇടയിലും ഇതുപോലുള്ള ആശങ്കപ്പെടുത്തി ഇവർ ഒരു കാലഘട്ടത്തിൽ അകറ്റി നിർത്താൻ ശ്രമിച്ചിരുന്ന, കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും ചേർന്ന് അകറ്റി നിർത്താൻ ശ്രമിച്ചിരുന്ന ഈ വിഭാഗങ്ങൾക്കിടയിലേക്ക് നമ്മൾ ഞങ്ങളുടെ മെസ്സേജ്, ഞങ്ങളുടെ കൃത്യമായിട്ടുള്ള നിലപാടുകൾ അവരുടെ ഇടയിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിച്ചു. ഇതിനപ്പുറത്ത് ഇവരിപ്പോൾ ആഗ്രഹിക്കുന്നത് ഇവിടെ ഒരു കമ്മ്യൂണൽ സ്പ്ലിറ്റ് ഉണ്ടാവണം.
ഈ പറയുന്ന ഈ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ടിട്ട് ഇത്തരത്തിൽ കുടിവെള്ളം മുട്ടിച്ചുകൊണ്ട് ഈ ജനരോക്ഷം ഉണ്ടാക്കി ആ ജനരോക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിർത്തിക്കൊണ്ട് ഇവിടെ രാഷ്ട്രീയമായി എന്തെങ്കിലും ഒരു മേൽക്കൈ ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു പരീക്ഷണം അതാണ് CPM വളരെ കൃത്യമായി നടത്താൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷേ ആ പരീക്ഷണം ഈ ഗർഭത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അലസിപ്പോവുക എന്ന് പറയും, അതുപോലെ അലസിപ്പോയി എന്നുള്ളത് മാത്രമല്ല, ഇപ്പോൾ അതിൻ്റെ നാണം മറയ്ക്കാൻ വേണ്ടി ഉടുമുണ്ടൂരി തലയിൽ കെട്ടേണ്ട അവസ്ഥയിൽ, മുഖം മറയ്ക്കേണ്ട അവസ്ഥയിലേക്ക് ഈ പറയുന്ന CPM-ഉം ഭരണ സംവിധാനവും മാറി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്. വിരളി പിടിച്ചിട്ടാണ് മന്ത്രിക്ക് ഇത്തരത്തിലുള്ള വാക്കുകൾ ഈ പറയുന്ന പൊങ്കാലയിൽ ഒന്നും ആഗ്രഹിക്കാതെ സേവനം നടത്തുന്ന ആളുകൾക്കെതിരെ പോലും പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായത്. തീർച്ചയായും. വിതുരയിൽ നിന്നും ശ്രീകുമാർ ചേരുന്നു. ശ്രീകുമാർ, പ്രതികരിക്കാം. നമ്മുടെ ഈ നന്ദു പറഞ്ഞതുപോലെ തന്നെയാണ്. നന്ദു പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റാണ്. നന്ദു പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റാണ്. ഇത്രയും രീതിയിൽ ഇങ്ങനെ എല്ലാം ചെയ്യുന്നതെല്ലാം ആ രീതിയിലാണ്. നന്ദു പറഞ്ഞ കറക്റ്റാണ്. കഴിഞ്ഞ പൊങ്കാല പരമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആ ചുടുകട്ടയുടെ കഥ വരെ, അതായത് നമ്മളാ കട്ട അതുവരെ എടുത്ത് വിറ്റ് പല വീടുകളിലും വച്ച കഥ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ചുടുകട്ട പലതും പാവപ്പെട്ടവർക്ക് വീട് പണിയാനെന്ന് പറഞ്ഞ് ശേഖരിച്ചിട്ട് അതൊക്കെ മഴ നനഞ്ഞും വെയിൽ കൊണ്ടും നശിച്ചു പോകുന്നത് നമ്മൾ കണ്ടതാണ്. തമിഴ്നാട്ടിലെ കോൺട്രാക്ടർ കൊടുത്തില്ലേ എന്നും പറഞ്ഞ് തന്നെയാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് നന്ദു ഇത്രയും കാര്യങ്ങൾ പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. സത്യം പറയുന്നത് ആർക്കും ഇഷ്ടപ്പെടില്ലല്ലോ. വളരെയധികം നന്ദി ശ്രീകുമാർ. സത്യം പറഞ്ഞ ആർക്കും ഇഷ്ടപ്പെടില്ല. ഇന്നത്തെ കാര്യമായാലും ശരി തന്നെയാണ്. തമ്പാനൂര് റെയിൽവേ സ്റ്റേഷനിലെ എല്ലാം ഇവരിപ്പം നമ്മളെ മന്ത്രി പറഞ്ഞില്ലേ, ശിവൻകുട്ടി പറഞ്ഞതുപോലെ അവിടെ എന്തോ ചെയ്തെന്ന് പറയുന്നത് ഇന്ന് അവര് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അവിടെ? അതാണ് വളരെയധികം നന്ദി ശ്രീകുമാർ. അതെ, ശ്രീകുമാർ പ്രതികരിച്ചത്. ശ്രീ നന്ദു ഇവിടെ പറഞ്ഞു വന്നത് ചുടുകട്ടയുടെ കാര്യമാണ്. ചുടുകട്ട എല്ലാ തവണയും ശേഖരിക്കുമ്പോൾ പറയും ഇത് പാവപ്പെട്ടവന് വീട് പണിയാനാണ് ഈ ചുടുകട്ട എന്ന് പറഞ്ഞ് ശേഖരിക്കും. അത് കിഴക്കേക്കോട്ടയിൽ ഏതോ ഒരു സ്ഥലത്ത് കൊണ്ട് കുന്നുകൂട്ടിയിടും. അത് പിന്നീട് അതിൻ്റെ എന്താണ്, അതെങ്ങോട്ടേക്ക് പോകുന്നു? നല്ലൊരു ട്രാൻസ്പെറൻസി ഇല്ലായ്മ വളരെ വലിയൊരു വിഷയമായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ. എന്താണ് ചെയ്യുന്നത്, ഇവർ പ്രഖ്യാപിക്കുന്നത് എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് കൃത്യമായി. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, 60 പുതിയ ടാങ്കറുകൾ കൂടി വാടകയ്ക്കെടുത്ത് നമ്മൾ ഈ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുമെന്ന് മേയർ ഒരു പത്രസമ്മേളനത്തിൽ പറയുന്നു. അതിനുശേഷം ഈ 60 ടാങ്കറുകളും ജനങ്ങളുടെ മുന്നിൽ മീഡിയാസിനെ വിളിച്ചു വരുത്തി അവരുടെ മുന്നിൽ പ്രദർശിപ്പിച്ചതിന് ശേഷം കൃത്യമായി വാർഡുകളിലേക്ക് കൗൺസിലർമാർ ഇടപെട്ടുകൊണ്ട് ഈ സാധനങ്ങൾ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഒരു ട്രാൻസ്പെറൻസി ഉണ്ട്. പറഞ്ഞ കാര്യം കൃത്യമായി പ്രവർത്തിച്ചു എന്നുള്ളതിന് ട്രാൻസ്പെറൻസി ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുമ്പ് മേയറുടെ ആര്യ രാജേന്ദ്രൻ്റെ ഒരു ഓഫീസിൻ്റെ പടിക്കൽ പോലും കയറാൻ സാധിക്കാതിരുന്ന ജനങ്ങളാണ് തിരുവനന്തപുരത്തെ ജനങ്ങൾ. ഇന്ന് തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് മേയറുടെ ഓഫീസിലേക്ക് യഥേഷ്ടം കയറി ചെല്ലാൻ അപ്പോയിൻമെൻറ്റിൻ്റെ ആവശ്യമില്ല, ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഈ പറയുന്ന ശുപാർശയുടെയും ആവശ്യമില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ എൻ്റെ വണ്ടി വരുമ്പോൾ ഒരാൾ കൈകാട്ടി നിർത്തിയിട്ട് എന്നോട് പറയണത്, ദാ നോക്കൂ സാറേ, എൻ്റെ 400 രൂപ ഒരു വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തതിന് വാങ്ങി എന്ന് പറയുമ്പോൾ അദ്ദേഹം കൃത്യമായി എങ്ങനെയാണ് ഇറങ്ങി വന്ന ആ വിഷയത്തിന് അദ്ദേഹത്തിൻ്റെ കൂടെ പോയി ഈ പറയുന്ന പാർക്കിംഗ് ഗ്രൗണ്ടിൽ പോയി പാർക്കിംഗ് ഗ്രൗണ്ടിൻ്റെ അത് നടത്തിക്കൊണ്ടിരുന്ന ആളിനോട് ചോദിച്ചു, താങ്കളുടെ കയ്യിൽ നഗരസഭയുടെ ഈ പറയുന്ന പാർക്കിംഗ് നടത്തുന്നതിനുള്ള അനുമതി പത്രമുണ്ടോ, കാര്യങ്ങളുണ്ടോ എന്ന് ചോദിക്കുന്നു. അല്ലെന്ന് കാണുന്നു. അപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തുന്നു, കൃത്യമായി നടപടിയെടുക്കുന്നു, ഈ വാങ്ങിയ മുഴുവൻ പൈസയും തിരിച്ചു കൊടുക്കുന്നു. അപ്പം നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ എത്രയും കാലങ്ങളിൽ ഈ വാങ്ങിക്കൂട്ടിയിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ഭക്തന്മാരുടെ ഭക്തിയിൽ നിന്ന് കൈയിട്ട് വാരിയിട്ടുള്ള പോക്കറ്റിൽ നിന്ന് പിടിച്ചു പറിച്ചിട്ടുള്ള പണത്തിൽ നിന്ന് എത്ര ഓഹരികൾ ഇവിടുത്തെ CPM-ന്റെ നേതൃനിരയിൽ നിൽക്കുന്നവർക്കും കോർപ്പറേഷൻ്റെ ഭരണസമിതിക്കും ഉദ്യോഗസ്ഥന്മാർക്കും ലഭിച്ചിട്ടുണ്ടാവും. എന്നിട്ടല്ലേ അവർ ഇത്തവണയും അത് നടത്താൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയവർ ഇത്തവണയും അത് നടത്താൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു ധൈര്യത്തിൻ്റെ പുറത്താണല്ലോ. പക്ഷേ ഇത്തവണ അവർക്ക് അവിടെ പണിപാളിപ്പോയി. കാരണം കഴിഞ്ഞ തവണ പോലെ ജനങ്ങൾ പറഞ്ഞാൽ കേൾക്കാത്തൊരു ഭരണാധികാരി അല്ല ഇന്ന് തിരുവനന്തപുരത്ത് ഭരണം നടത്തുന്നത്. ജനങ്ങൾ പറഞ്ഞാൽ ജനങ്ങളുടെ വിഷയങ്ങൾ സത്യസന്ധവും ന്യായത്വവുമാണെങ്കിൽ ആ വിഷയത്തിൽ ഏതറ്റം വരെയും പോകാൻ, അതിൻ്റെ പരിഹാരത്തിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകാൻ കെൽപ്പുള്ള ഒരു ഭരണസമിതി, ഒരു ഭരണ നേതൃത്വം ഇന്ന് തിരുവനന്തപുരത്തുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് കഴിഞ്ഞ ഒരു 4-5 ദിവസമായി നമ്മൾ കൃത്യമായി കാണുന്നുണ്ട്. അത് കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്ന വിഷയത്തിലായാലും ശരി, ആറ്റുകാൽ പ്രദേശത്തെ ഉത്സവ മേഖലയിലെ അടിസ്ഥാന വിഷയങ്ങൾ നേരത്തെ അത് കൃത്യമായി ടാർഗറ്റ് ചെയ്ത ദിവസത്തിൽ പരിഹരിക്കുന്ന വിഷയത്തിലായാലും ശരി, അത് കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള പാർക്കിംഗ് കൊള്ളയിലെ പ്രതിഷേധങ്ങളുടെ ഭാഗമായിട്ട് നടന്നതായാലും ശരി, അതിനുശേഷം ഇന്ന് ഏറ്റവും നന്നായി ഇപ്പോൾ നിങ്ങളുടെ പല ചാനലുകളുടെയും സ്ക്രീനുകളിൽ ഇന്ന് തിരുവനന്തപുരത്ത് പല സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും ഓരോ സ്പോട്ടുകളിൽ സാധാരണ
സാധാരണപ്പെട്ട തൊഴിലാളികളോടൊപ്പം നിന്നുകൊണ്ട് ഈ പറയുന്ന ശുചീകരണ പ്രവർത്തനത്തിന് മേയർ മുതൽ അവസാനത്തെ കൗൺസിലർ വരെ നേരിട്ട് നിന്ന് ഈ പറയുന്ന പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തുന്നു എന്ന് പറഞ്ഞാൽ ഇതാണ് കൃത്യമായി ജനങ്ങൾ ആഗ്രഹിച്ച ജനാധിപത്യത്തിൻ്റെ വസന്തം. ആ ജനാധിപത്യത്തിൻ്റെ വസന്തം താമര ഇതളുകളിൽ വിരിഞ്ഞ് ഇന്ന് തിരുവനന്തപുരത്തിന് അഭിമാനമായി മാറി എന്നുള്ളതിൻ്റെ ആ ചൊരുക്കുണ്ടല്ലോ, ആ ചൊരുക്ക് എത്രയൊക്കെ ഇങ്ങനെ കരഞ്ഞു തീർത്താലും പ്രിയപ്പെട്ട സഖാവേ അത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകില്ല. അത്ര വലിയ ആഘാതമാണ് തിരുവനന്തപുരത്തെ ജനങ്ങൾ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃത്യമായ ബോധ്യമുണ്ട്. അതിന് പാവപ്പെട്ട ആറ്റുകാലമ്മയുടെയോ സേവാഭാരതിയുടെയോ സാധാരണപ്പെട്ട ജനങ്ങൾ ഈ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന നിസ്വാർത്ഥരായിട്ടുള്ള പ്രവർത്തകർ നടത്തുന്ന പ്രവർത്തനത്തെയോ ഒന്നും ഇങ്ങനെ ഷോയാണെന്ന് പറഞ്ഞ് വിമർശിച്ചത് കൊണ്ടൊന്നും തീരില്ല. അതിന് നിങ്ങളുടെ പാർട്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗംഗയിൽ ഒരു 1000 വട്ടം ഒന്ന് മുങ്ങി നിവർന്നു നോക്കൂ. ചെയ്ത പാപങ്ങളൊക്കെ ശബരിമല അയ്യപ്പന്റെയും അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ. ആ ചെയ്തു വെച്ചതൊക്കെ ഗംഗയിൽ ഒഴുകിപ്പോകാൻ സാധ്യതയുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഒരു പുണ്യസ്നാനത്തിന് സാധ്യതയുണ്ട്. ശബരിമല അയ്യപ്പന്റെ പേര് പറയാതിരിക്കുന്നതാണ് നല്ലത്. അയ്യപ്പനുമായി ബന്ധപ്പെട്ട് എവിടെയൊക്കെയാണ് അഴിമതി എന്നത് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ വിഷയത്തിലേക്ക് വരാം. പേയാട് നിന്നും തിരുവനന്തപുരത്ത് പേയാട് നിന്നും ശ്രീ ചന്ദ്രൻ നായർ ചേരുന്നു. ശ്രീ ചന്ദ്രൻ നായർ പ്രതികരിക്കാം. സാർ, സേവാഭാരതിക്ക് ഒരു പരസ്യത്തിന്റെ ആവശ്യമില്ല എങ്കിൽ തന്നെയും മിനിസ്റ്റർ എന്താണെന്ന് വെച്ചാൽ ഇത് ചെയ്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പരസ്യമായി മാറിയിരിക്കുകയാണ്. സേവാഭാരതി എന്താണ് ചെയ്യുന്നതെന്ന് ജനങ്ങൾക്കറിയാം. സേവാഭാരതി എന്താണെന്ന് വെച്ചാൽ കൊടി കെട്ടിക്കൊണ്ട് കുടിവെള്ളമല്ലേ കൊടുത്തത്? ഒരു അഡ്രസ് ഇരുന്നോട്ടെ സാർ, അതിനകത്ത് കൊടി കെട്ടിയാൽ തെറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യുന്നുണ്ടല്ലോ, ഉച്ചഭക്ഷണവും അവർ പലയിടത്തും കൊടുക്കുന്ന സമയത്ത് കൊടി കെട്ടിയാണല്ലോ കൊണ്ടുപോകുന്നത്. ഏതായാലും സേവാഭാരതിക്ക് കൂടുതൽ ആർജവത്തോടുകൂടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു സാഹചര്യം ഒരുക്കി എന്ന് മാത്രം ഞാൻ പറഞ്ഞു നിർത്തുന്നു സാർ. വളരെയധികം നന്ദി ശ്രീ ചന്ദ്രൻ നായർ.